മലയാളമെന്ന് പറയുന്നത് നമ്മളുടെ കണ്ണുകളാണ്. മറ്റു ഭാഷകൾ കണ്ണടകളാണെങ്കിൽ മലയാളം നമ്മുടെ കണ്ണുകളാണ്. അതിനേക്കാൾ ഭംഗിയായി ഗാന്ധിജി മാതൃഭാഷയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മാതൃഭാഷയെക്കുറിച്ച് മഹാത്മജി പറഞ്ഞത് മാതൃഭാഷ മുലപ്പാല് പോലെയാണ് എന്നാണ്. ഒരു വ്യക്തിയുടെ വളർച്ചയ്ക്ക്, ഓർമ്മശക്തിക്ക്, ശരീരശക്തിക്ക്, ബുദ്ധിശക്തിക്ക്, ആയുസ്സിന് എല്ലാം പോഷണം നൽകുന്ന ഒന്നാണല്ലോ മുലപ്പാൽ. അതുപോലെയാണ് മാതൃഭാഷ. ഈ മാതൃഭാഷ നമ്മുടെ ആവേശമാകേണ്ടതാണ്, നമ്മുടെ വികാരമാകേണ്ടതാണ്. 44 നദികളും ജലാശയങ്ങളും തോടുകളും അരുവികളും കല്ലോലമാലകളും ഒക്കെ നിറഞ്ഞ കേരളം, വിഖ്യാതമായ നദീതീരങ്ങളും കടൽ തീരങ്ങളുമുള്ള കേരളം, മതമൈത്രിയുടെ ഏറ്റവും വലിയ ഘോഷണം നടത്തിയ നമ്മുടെ നാട്, മതസൗഹാർദ്ദത്തിൻ്റെ ആത്മീയ ഇടങ്ങളുള്ള നമ്മുടെ നാട്, വളരെ ആകർഷകമായ അനുഗ്രഹീതമായ ഭൂപ്രദേശങ്ങളുള്ള നമ്മുടെ നാട്, മലരണി കാടുകൾ തിങ്ങി വിങ്ങി മരതക കാന്തിയിൽ മുങ്ങി മുങ്ങി കരളും മിഴിയും കവർന്നു മിന്നി കറയറ്റൊരാലസൽ ഗ്രാമഭംഗി എന്ന ചങ്ങമ്പുഴ വാഴ്ത്തിപ്പാടിയ കേരളം. ആ കേരളത്തിലാണ് ലളിത ജീവിതം നയിച്ചവരുടെ, ജീവിത മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചവരുടെ, പഴയ നന്മയുടെ നിറഭൂമിയായിരുന്ന ഒരു നാടിൻ്റെ പൈതൃകമാണ് നമുക്കുള്ളത്. പക്ഷെ പിൽക്കാലത്ത് കുറേ മാറ്റങ്ങൾ വന്നു. പിന്നെ വന്ന കവി ചോദിച്ചു, കാടെവിടെ, മേടെവിടെ, കാട്ടുപൂഞ്ചോലയുടെ കുളിരെവിടെ എന്നൊക്കെ ചോദിക്കുന്ന അവസ്ഥ വന്നു. എങ്കിലും കേരളം നമ്മുടെ ഏറ്റവും വലിയ വികാരമാണ്. എനിക്ക് ഈ മലയാള ഭാഷയോട് ആഭിമുഖ്യം തോന്നിയത് എന്നെ പഠിപ്പിച്ച അധ്യാപകരുടെ പ്രത്യേകത കൊണ്ടാണ്. ഞാൻ SSLC വരെ മാത്രമേ മലയാളം പഠിച്ചിട്ടുള്ളൂ. പക്ഷെ മലയാളം പണ്ട് പഠിപ്പിച്ച അധ്യാപകർ, ഞാൻ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലാണ് പഠിച്ചത്. അവിടുത്തെ മലയാള അധ്യാപകന്മാർ എന്ത് തീക്ഷ്ണശാലികളായിരുന്നു, എന്ത് സഹൃദയന്മാരായിരുന്നു. അവർ പഠിപ്പിച്ചതൊക്കെയും മനസ്സിൽ ഇപ്പോഴും പ്രതിധ്വനിക്കുന്നുണ്ട്. ഒരു ഗണേശൻ സാർ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് മിക്ക ആദ്യകാല പ്രഭാഷണങ്ങളിലും പറയാറുണ്ടായിരുന്നു. 4ാം ക്ലാസ്സിലെ അധ്യാപകനാണ്. ഈ സാറ് പഴഞ്ചൊല്ലുകളൊക്കെ പഠിപ്പിച്ചുകൊണ്ട് ആടുകേറാമല, ആനകേറാമല, 1000 കാന്താരി പൂത്തിറങ്ങി എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞങ്ങൾ നക്ഷത്രങ്ങൾ എന്ന് ഉറക്കെ വിളിച്ചു പറയുമായിരുന്നു. കാകൃത കനകൃത കാക്കേ നിന്നുടെ കൂകൃത് കുനുകൃത് കൂടവിടെ, ഞങ്ങളെ കൊണ്ട് ഒരു മുദ്രാവാക്യം പോലെ പാടിക്കുമായിരുന്നു. കാകൃത കനകൃത കാക്കേ നിന്നുടെ കൂകൃത് കുനുകൃത് കൂടവിടെ, തേകൃത തെനകൃത തെക്കങ്ങാണ്ടൊരു മാകൃത മനകൃത മാവിൻ്റെ കോകൃത് കൊനകൃത് കുമ്പത്ത് തൂകൃത് തുനുകൃത് തൂങ്ങുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ നാവ് വളരെയധികം വഴങ്ങിക്കിട്ടുകയും ഉച്ചാരണം ഉജ്ജ്വലമാവുകയും ഒക്കെ ചെയ്യുമായിരുന്നു. കാമുകന്മാരായുള്ളവരോട് അകലെ എന്ന് കൽപ്പിക്കുന്നതായ ഒരു സ്ഥൈര്യരസം അവളുടെ നെടിയ നേത്രങ്ങളിൽ നിന്ന് പ്രവഹിക്കുന്നത് കൊണ്ടും ശോണമായുള്ള അധരപല്ലവത്തിലും വളഞ്ഞുള്ള ചില്ലിയുഗങ്ങളിലും കളിയാടുന്ന രസം വശീകരണ പ്രധാനമല്ലാത്തതിനാലും പാറുക്കുട്ടിയുടെ സൗന്ദര്യം രസവത്തായും ലളിതമായും ഉള്ളതല്ലെന്ന് രസികന്മാർ ചിലർ പറഞ്ഞേക്കാം. ഒരു വാചകമാണ്. ഇപ്പോഴും നമ്മുടെ മനസ്സിൽ അത് അവശേഷിക്കുന്നത് പഠിപ്പിച്ചതിൻ്റെ താളാത്മകത കൊണ്ടാണ്. കുമാരനാശാന്റെ വീണപൂവ്, ഹാ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിതൊരു രാജ്ഞി കണക്കയെ, ശ്രീഭൂവിലസ്ഥിര അസംശയം ഇന്നു നിന്റെ ആഭൂതിയങ്ങ് പുനരങ്ങു കിടപ്പിതോർത്താൽ. അതിമനോഹരമായ മലയാളത്തിൻ്റെ എല്ലാ സൗന്ദര്യവും അതിൻ്റെ എല്ലാ സവിശേഷതകളും സൗകുമാര്യവും നിറഞ്ഞ വരികൾ. കണ്ണേ മടങ്ങുക, വീണപൂവ് അവസാനിക്കുകയാണ്. കണ്ണേ മടങ്ങുക, കരിഞ്ഞും അലിഞ്ഞും ആശും അണ്ണാകുമീ മലരു വിസ്മൃതമാകും ഇപ്പോൾ, എണ്ണീടു കാർക്കു വിതുതാൻ ഗതി സാധ്യമെന്തു കണ്ണീരിനാൽ അവന്നി വാഴ്വ് കിനാവ് കഷ്ടം. മലയാളത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുമ്പോൾ അത് സംസ്കൃതത്തിൽ നിന്നാണ്, അത് തമിഴിൽ നിന്നാണ്, ദ്രാവിഡത്തിൽ നിന്നാണ്, പ്രാകൃതത്തിൽ നിന്നാണെന്നൊക്കെ പറയുമെങ്കിലും ഭാഷ വളരുന്നത് കൊണ്ടും കൊടുത്തുമാണ്. ആദാന പ്രധാന പ്രക്രിയയിലൂടെയാണ്. ആരെങ്കിലും മലയാളത്തിൽ എഴുതണമെന്ന് പറഞ്ഞാൽ ഉടനെ ആളുകൾ പോയി ഒരു സ്വിച്ച് എടുത്തുകൊണ്ട് വരും. സ്വിച്ചിൻ്റെ മലയാളം എന്താണ്? ഗമനാഗമന. അങ്ങനെയൊന്നുമില്ല.
നമുക്ക് വേണമെങ്കിൽ മലയാളം ആക്കാം. പണ്ട് തീ കണ്ടോടുന്ന വണ്ടിയെ നമ്മൾ വളരെ ലളിതമായിട്ടല്ലേ വിളിച്ചത്? തീവണ്ടി. ഒരു കൊച്ചു പെട്ടിയിൽ തീ കത്തിക്കാനുള്ള കോലുകൾ നിറച്ചപ്പോൾ അതിനെ തീപ്പെട്ടി എന്ന് തന്നെ വിളിച്ചു നമ്മൾ. തീൻമേശ, ഡൈനിങ് ടേബിൾ എന്നല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്, തീൻമേശ, തീൻമുറി. ഈ വിധത്തിൽ ഇംഗ്ലീഷിനെ നമ്മൾ മലയാളീകരിച്ചുകൊണ്ടിരുന്നു. ഈയിടയ്ക്ക് ഒരാൾ പറയുന്നുണ്ട്, കുക്കുംബർ ഉണ്ടോ? കുക്കുംബർ, വെള്ളരിക്ക. തക്കാളി എന്നിപ്പോൾ പറയുന്നില്ല, ടൊമാറ്റോ. ഇങ്ങനെ എല്ലാം ഇംഗ്ലീഷിലോട്ട് പറയുമ്പോൾ എന്തോ ഒന്ന് കിട്ടിയതുപോലെയാണ്, ഒരു സ്റ്റാൻഡേർഡ് ഉയർന്നത് പോലെയാണ്. പണ്ട് സുകുമാർ അഴീക്കോടിനോട് അദ്ദേഹം പ്രസംഗിച്ചിട്ട് വന്നിരുന്നപ്പോൾ എൻ്റെ മുഖ്യ സംഘാടകൻ പറഞ്ഞു, സർ ഞാൻ അങ്ങോട്ട് മൂവ് ചെയ്യാണ് കേട്ടോ. ആണോ? അതെ, ഞാൻ മൂവ് ചെയ്യാണ്. കാരണം എൻ്റെ ഫാദറില്ലായുടെ ഡെഡ് ബോഡി ഈ ഫ്ലൈറ്റിൽ 3:30 വരുന്നുണ്ട്. ഞാനത് റിസീവ് ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് മൂവ് ചെയ്യാണ്. സർ ഷാൽ ഐ മേക്ക് എ മൂവ്? അയാൾ മൂവ് ചെയ്ത ഉടനെ അഴീക്കോട് മാസ്റ്റർ അവിടെ നിന്ന ഒരാളോട് ചോദിച്ചു, യവന ഡെഡ് ബോഡി ആക്കാൻ അവിടെ ആരുമില്ലേന്ന്. പോലീസ്, നമ്മൾ അങ്ങനെ അങ്ങ് എടുത്തു, പോലീസ് ഒന്ന് എടുത്തു. പക്ഷെ തമിഴ്നാട്ടുകാർ ഭാഷയുടെ കാര്യത്തിൽ വളരെ നിഷ്ഠയുള്ളവരാണ്. അവർ പോലീസ് എന്നല്ല, കാവൽ എന്നാണ് ഇട്ടത്. അതല്ലേ അതിൻ്റെ ശരി? സംരക്ഷണം, കാവൽ. അതുകൊണ്ട് പോലീസുകാരെ അവർ വിളിക്കുന്ന കാവൽക്കാരൻ എന്നാണ്. പക്ഷെ ചിലത് നമുക്ക് ഇംഗ്ലീഷിൽ പറയേണ്ടി വരും. മലയാളത്തിൽ പറഞ്ഞ സംഗതി കൈവിട്ടു പോകും, പെശകാവും. ഇപ്പം നമ്മുടെ ഒരു ഓഫീസർ, നല്ല ഓഫീസറായിരുന്നു, സ്നേഹനിധിയായ ഓഫീസറായിരുന്നു. അദ്ദേഹം ട്രാൻസ്ഫറായി പോയി. അദ്ദേഹം പോയതിനു ശേഷം അദ്ദേഹത്തെ നമ്മളെപ്പോഴും ഓർമ്മിക്കും. അതിന് ശേഷം വന്ന ഓഫീസറിൻ്റെ ഗുണം കൊണ്ടേ നമ്മളെപ്പോഴും ഓർമ്മിക്കും, ആ സാർ ഉണ്ടായിരുന്നപ്പോൾ. ഒരു ദിവസം സാറ് വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്റ്റെനോ പറഞ്ഞു, സാറിനെ ഞങ്ങൾ മിസ് ചെയ്യുന്നു, വല്ലാതെ മിസ് ചെയ്യുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ കുഴപ്പമില്ല, മലയാളത്തിൽ പറഞ്ഞിരുന്നെങ്കിലോ, സാറിനെ എനിക്ക് നഷ്ടമായി സാർ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സാറിന് അന്ന് പോകാൻ പറ്റുമോ? അപ്പോൾ ചിലത് ഇംഗ്ലീഷിൽ പറയണം. ഇംഗ്ലീഷും കൂടെ സ്വീകരിച്ചുകൊണ്ട് വേണം നമ്മുടെ ഭാഷ മുന്നോട്ട് പോകുവാൻ, വളരുവാൻ. പക്ഷേ മലയാളത്തിൽ ഏറ്റവും സുന്ദരമായ പദങ്ങൾ ഇല്ല എന്നല്ല. നമ്മൾ പണ്ട് ചുടുകാടെന്നല്ലേ പറഞ്ഞിരുന്നത്. ഇപ്പം ചുടുകാടെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? ഭൂനരകമാം ചുടുകാട് എന്നാണ് കുമാരനാശാൻ പറയുന്നത്. കുമാരനാശാൻ ചുടുകാടിനെ വർണ്ണിക്കുന്നത് അധ്യാത്മവിദ്യാലയം എന്നാണ്, ഇഷ്ടന്മാർ പിരിയുന്ന സ്ഥലം. നമ്മളിപ്പോൾ ആ ചുടുകാടൊക്കെ പരിഷ്കരിച്ച് ഭൂമിയിലെ നരകമല്ല ഭൂമിയിലെ സ്വർഗമാക്കി മാറ്റിയപ്പോൾ അതിനൊരു പേര് വേണമല്ലോ എന്ന് നമ്മുടെ ഒരു പ്രശസ്തനായ കവിയോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, അതിന് നമുക്ക് ശാന്തി കവാടം എന്ന് കൊടുക്കാം. അപ്പോൾ തൊട്ടടുത്ത് വേറൊരു ചുടുകാട് ആരംഭിച്ചു. അവരതിന് പേര് കൊടുത്തു മോക്ഷ കവാടം. മലയാളത്തിൽ നല്ല വാക്കുകളില്ലെന്നല്ല, ബിറ്റ്വീൻ ദ ഡബിൾ ആൻഡ് ദ ഡീപ് സീ എന്നൊരു പ്രയോഗമില്ലേ? ബിറ്റ്വീൻ ദ ഡബിൾ ആൻഡ് ദ ഡീപ് സീ. മലയാളത്തിൽ എത്ര മനോഹരമായിട്ടാണ് ഇതിനെ പരിവർത്തനം ചെയ്തിരിക്കുന്നത്, പരിഭാഷ ചെയ്തിരിക്കുന്നത്. ചെകുത്താനും ചെങ്കടലിനുമിടയ്ക്ക്. ഇപ്പോൾ മലയാളം നമ്മുടെ ഒന്നാം ഭാഷയാക്കണമെന്നൊരാവശ്യം പണ്ട് മുതലേ ഉള്ളതാണ്. അങ്ങനെ ഒരു ഉത്തരവ് തന്നെ ഇറങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. പലരും കൊണ്ടുവന്ന് കേസ് കൊടുത്തു. എന്തുകൊണ്ട് മലയാളത്തിൽ പഠിപ്പിച്ചുകൂടാ? ഞങ്ങളെയൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചതുപോലും മലയാളത്തിലാണ്. ഡൗൺ ഫെൽ ദ കാസ്കേഡ് ഓഫ് ബ്രൗൺ വാട്ടർഫാൾ. ഡൗൺ ഫെൽ ദ കാസ്കേഡ് ഓഫ് ബ്രൗൺ വാട്ടർഫാൾ. സാർ അതിന് ഇംഗ്ലീഷിലല്ല അർത്ഥം പറഞ്ഞത്. മലവെള്ളച്ചാട്ടം പോലെ ഡല്ലയുടെ തലമുടി താഴേക്ക് നിബന്ധിച്ചു എന്നാണ്. അപ്പോൾ മലയാളത്തിൻ്റെ ഒരു ശക്തി കണ്ടില്ലേ? ജീവിതം നൽകാൻ മടിക്കുന്നതൊക്കെയും ചങ്ങമ്പുഴ പറഞ്ഞാണ്. ജീവിച്ചു ജീവിതത്തോട് ഞാൻ വാങ്ങിടും. അതിൽ പരം വലിയൊരു മോട്ടിവേഷൻ ഉണ്ടോ? ഒരു സെൽഫ് ഇൻസ്പിറേഷൻ ഉണ്ടോ? കുഴിവെട്ടി മൂടുക വേദനകൾ. എടശ്ശേരി പറഞ്ഞു അങ്ങനെയാണ്. കുഴിവെട്ടി മൂടുക വേദനകൾ, കൂത്തിക്കൊള്ളുക ശക്തിയിലേക്കു നിങ്ങൾ. എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി. ഏറ്റവും വലിയ മോട്ടിവേഷണൽ കോട്ടാണ്. എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ടു തന്നെ നടക്കും. വഴിയിലെ മുള്ളുകളൊക്കെ ചവിട്ടി മതിച്ചു ഞാൻ. എവിടെയും ഉദ്ധരിക്കാൻ കഴിയുന്ന, എവിടെയും നമുക്ക് ആവിഷ്കരിക്കാൻ കഴിയുന്ന അനിതര സാധാരണമായ സൗന്ദര്യാത്മക തലങ്ങളുള്ള ലവണ ഭംഗിയുള്ള ഭാഷയാണ് മലയാളം. ആ മലയാളം നമുക്ക് ഔദ്യോഗിക ഭാഷയാണ്, നമ്മുടെ പ്രാണവായുവാണ്, നമ്മുടെ ജീവസർവസ്വമാണ്. പക്ഷെ മലയാളത്തെ വിട്ടിട്ടാണ് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത്. ചിലർ ദേഷ്യം വന്നാൽ പിന്നെ ഇംഗ്ലീഷേ പറയൂ. മൈൻഡ് യുവർ വേർഡ്സ്, അത്രേ ഉള്ളൂ. അതിനപ്പുറവും ഇല്ല ഇപ്പുറവും ഇല്ല. മലയാളത്തിൽ എത്ര സുന്ദരമായിട്ട് അതിലെ കഥാനായകൻ സംസാരിച്ചാലും നമ്മൾ കൈയടിക്കില്ലല്ലോ. നേരെ മറിച്ച് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കണം. നിനക്ക് സെൻസ് ഉണ്ടോ, സെൻസിബിലിറ്റി ഉണ്ടോ, സെൻസിറ്റിവിറ്റി ഉണ്ടോ, സെൻറ്റിമെൻ്റലിസം ഉണ്ടോ, മെൻ്റലിസം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ കൈയടിക്കുകയാണ്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ അറസ്റ്റ് ചെയ്യുമ്പോൾ ഇംഗ്ലീഷേ വരൂ പോലീസുകാർക്ക്. യു ആർ അണ്ടർ അറസ്റ്റ്.
കേട്ട ഉടൻ മറ്റേ കൈ കൊടുക്കുകയും ചെയ്യും. മലയാളത്തിൽ പറഞ്ഞാൽ അയാൾ വല്ല വഴിക്ക് പോകും. അപ്പോൾ ചിലയിടത്തൊക്കെ ഇംഗ്ലീഷ് നമ്മളെ വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. ഇന്നാളൊരുത്തൻ പറയുന്നത് കേട്ടു, ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. അതുവരെ മലയാളം പറഞ്ഞിരുന്നവനാണ്. ഫ്രാങ്ക്ലി സ്പീക്കിംഗ്, അളിയൻ ഒരു ചെറ്റയാണ്, സ്വന്തം അളിയൻ. നമ്മുടെ ചുറ്റും എന്തെല്ലാം പൂക്കൾ ഉണ്ടായിരുന്നു, മനോഹരമായ പൂക്കൾ, നാലുമണിപ്പൂക്കൾ, കനകാംബരപ്പൂക്കൾ, പാരിജാത പൂക്കൾ, അല്ലേ, ചെമ്പരത്തി പൂക്കൾ, പവിഴമല്ലിപ്പൂക്കൾ, താമരപ്പൂക്കളും ഞാനും ഒന്നിച്ചാണ് താമസിക്കുന്നത് ഈ നാട്ടിൽ. ഒന്നിച്ച് ഞങ്ങൾ ഉണരും, ഉണർന്നാൽ ഒന്നേ ഞങ്ങൾക്ക് മോഹം. താമരപ്പൂക്കളും ഒന്നിച്ച് ഉറങ്ങുകയും ഉണരുകയും ഒരുമിച്ച് കഴിയുകയും ചെയ്യുന്ന ആ ഗ്രാമീണ ഭംഗിയുടെ സൗന്ദര്യത്തെ വർണ്ണിക്കുന്ന ആ പാട്ടുണ്ടല്ലോ, ഗാനമുണ്ടല്ലോ, വയലാറിൻ്റെ ഗാനം. എത്ര സുന്ദരമാണ്. നാളികേരത്തിൻ്റെ നാട്ടിൽ എനിക്കൊരു നാഴി ഇടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോല പുരയുണ്ട്. നാരായണ കിളി എന്ന് പറഞ്ഞൊരു കിളിയുണ്ടോ? കവിയുടെ കൽപ്പനയാണ്. അപ്പോൾ നാരായണ കിളി കൂടുപോലുള്ളൊരു കൊച്ചു നാലുകാലോല പുരയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ ഗ്രാമവിശുദ്ധിയുടെ സൗന്ദര്യവും അതിൻ്റെ സൗഭഗവും അതിൻ്റെ മാധുര്യവും മധുരിമയും മനോഹാരിതയും സുഗന്ധവും നമ്മുടെ മനസ്സിൽ നിറയ്ക്കുന്നത് മലയാളമാണ്. ആ മലയാളം നിങ്ങൾ വായിക്കുക, മലയാളം നിരന്തരം വായിക്കുക, പുതിയ പുതിയ പദങ്ങളെ സ്വീകരിക്കുക, ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ വികാരമാണ്. ഭാഷയെ സ്നേഹിക്കുക, ഭാഷയെ നമ്മൾ ചേർത്ത് പിടിക്കുക. ഭാഷയിൽ സ്നേഹമുണ്ട്. ഭാഷ പൂത്തും വികാരം തളർത്തും ഭാവനയ്ക്ക് പുളകം കിളർത്തും ചോരയിൽ ചേർന്നലിഞ്ഞു പോവും വചനധാരകൾ. ആ വിധത്തിലുള്ള വചനധാരകളെ സ്നേഹിച്ചുകൊണ്ടും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലുള്ള പൂക്കളെയും ആകാശത്ത് കാണുന്ന അനന്തകോടി നക്ഷത്രങ്ങളെയും അതുപോലെയുള്ള മുഴുവൻ സംഭവങ്ങളെയും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് നമുക്ക് ഭാഷയെ സ്നേഹിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു.